ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അടപ്പായസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ അതിൻ്റെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഇത് ആർക്കും ഉണ്ടാക്കട്ടെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് പാല് ആദ്യം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി തിളക്കാനായി വരുമ്പോൾ നമ്മൾ ഈ അതിലുള്ളിലുള്ള ഒരു പാക്കറ്റ് ഉണ്ടാവും, ആ പാക്കറ്റ് പൊട്ടിച്ച് അതിനുള്ളിലത്തെ സാധനം ഇടണം. എന്നിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇങ്ങോട്ട് പാലിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ചിന്താൻ വരും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ, ഞാൻ ഫ്ലെയിം കുറക്കുന്നതിന് പകരം കൂട്ടി കൊടുത്തിട്ടോ അങ്ങനെ കുറച്ച് പാല് ചിന്തിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വേവുന്നതിനനുസരിച്ച് ഈ ഒരു സാധനത്തിൻ്റെ വലിപ്പമൊക്കെ കൂടി കുറച്ച് തിക്കായി വരും കേട്ടോ നമ്മൾ ഈ ഒരു പായസം. പിന്നെ അതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പായസത്തിലോട്ട് ആവശ്യമുള്ള മധുരവും മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു 15 മിനിറ്റ് ഇത് വേവിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇത് തിളച്ചുകൊണ്ട് 15 മിനിറ്റ് വരെ വേവിച്ചിട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കൂട്ടി വെക്കും. ഇതിങ്ങനെ ചിന്താൻ വരുമ്പോൾ കുറച്ച് കൊടുക്കും. അങ്ങനെ 15 മിനിറ്റ് വേവിച്ച ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് എന്നിട്ട് അത് അടച്ച് വെച്ച് കുറച്ച് നേരം വെച്ച് ചൂടാറിയ ശേഷം ഇട്ട് സെർവ് ചെയ്തത്. പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ആ പാക്കറ്റുമ്പോൾ തന്നെ കേട്ടോ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി കൊടുത്തിന്. അത് വായിച്ചാണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് മാറ്റമുണ്ടാവും, എനിക്ക് പനിയാണ് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.